വേണ്ടിയായി പ്രാർത്ഥനയ്ക്കായി മറിയാമ്മ ചേച്ചിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. നമ്മുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കാനായി ലിസി ആന്റണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരം തുറക്കപ്പെടും. ദൈവത്തിന്റെ വചനം. ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ശനിയാഴ്ചയും 1:30 നടത്തിവരുന്ന 135ാമത് സ്നേഹ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിലെ സ്നേഹ സംഗമം അവതരിപ്പിക്കുന്നത് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പ് അംഗങ്ങളാണ്. ആദ്യമായി വിശിഷ്ടാതിഥികളായി അധ്യക്ഷ പദവി അലങ്കരിക്കാനെത്തിയിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ദർശന ക്ലബിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന റെവറൻഡ് ഫാദർ ജെറിൻ ചൂണ്ടൽ, അച്ഛന്റെ വിലയേറിയ സമയം മാറ്റിവെച്ച് നമ്മോട് സഹകരിച്ച അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിന്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് സാർ, വടക്കാഞ്ചേരി ഒരു സാഹിത്യരചന, കവിതാലാപനം, പ്രഭാഷണം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഈ സാറിനെയും ദർശന ക്ലബിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും അതിയായ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ദർശനയുടെ നെടുന്തൂണായ നമ്മുടെ PRO പിയൂസിനെ ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ഷിബിൻ ഹാരിയെയും ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെക്രട്ടറി ജ്വലനയെ ഈ സ്നേഹ സംഗമത്തിലേക്ക് അതിയായ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലീഡറായ ജോയ്സ് ടീച്ചറെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ലില്ലിയെയും ഈ വേദിയിലേക്ക് ദർശന ക്ലബിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന ടീച്ചറെയും നമ്മുടെ ഈ പരിപാടി അറിയാമ ചേച്ചിയെയും ദർശന ഒന്നും വിട്ടുപോകാതെ റിപ്പോർട്ട് എഴുതി അവതരിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ജോസേട്ടനെയും നമ്മുടെ ഈ പരിപാടികളെല്ലാം ഭംഗിയായി നടത്തുന്നതിന് ദൈവത്തിനോടും നമ്മൾ ഓരോരുത്തരോടും നന്ദി പറയുവാൻ എത്തിയിരിക്കുന്ന ലീന സെബസ്റ്റ്യാനോനെയും ഈ വേദിയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗൂഗിൾ മീറ്റിൽ കയറിയിരിക്കുന്ന ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ദർശന ക്ലബിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്ത് ദൈവനാമത്തിൽ നിർത്തുന്നു. യോഗത്തിലേക്ക് റിപ്പോർട്ട് വായിക്കുന്നതിന് ജോസേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 2012 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും
മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്, ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും പുതിയ വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. ത്രിഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ്. ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ. ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. കൂടാതെ വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസുകളായ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയം വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, 6/1/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 134ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ, കോട്ടയം. പ്രാർത്ഥന ശ്രീ ജെയ്സൺ കൊരട്ടി. സ്വാഗതം ശ്രീ ഗീത അനിൽ, കണ്ണൂർ. റിപ്പോർട്ട് ലിജോ, കോഴിക്കോട്ട്. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷ പ്രസംഗമായിരുന്നു. സ്നേഹമുള്ള ജോയച്ച, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 134 സ്നേഹസംഗമത്തിന്റെ നിറവിലാണല്ലോ. സോളമനച്ചൻ ജോസേട്ടന്റെ മകന്റെ വിവാഹത്തിലായതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ മീറ്റിംഗിന്റെ ദിവസത്തിന്റെ എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ക്രൈസ്റ്റ് കോളേജ് അധ്യാപകൻ റവറന്റ് ഫാദർ ജോലി CMAയച്ചനായിരുന്നു. സ്നേഹം നിറഞ്ഞ സോളമനച്ച, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇത്ര മനോഹരമായി സ്നേഹസംഗമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വലിയ കാര്യമാണ്. അച്ഛനും മറ്റുള്ളവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നക്ഷത്ര മത്സര വിജയികൾ: ഫസ്റ്റ് ജെയ്സൺ കൊരട്ടെ, സെക്കൻഡ് ലീന MJ നാട്ടിക, തേർഡ് ബിന്ദു കൊടുങ്ങല്ലൂർ. മുഖ്യാതിഥിയായി എത്തിയത് താലപ്പള്ളിയിൽ ക്ലിനിക്കിന്റെ ഉടമ
ഡോക്ടർ ആൻജോ ജിമ്മി അവർകളായിരുന്നു. സ്നേഹം നിറഞ്ഞ വിശിഷ്ട വ്യക്തികളെ, ഇതുപോലെ ഒരു സംഗമത്തിൽ ഞാൻ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. നിങ്ങളെ കാണാൻ സാധിച്ചതിനും വിളിച്ചതിനും നന്ദി. കിടപ്പ് രോഗികൾക്കും അല്ലാത്തവർക്കും ഒരുപാട് കാര്യങ്ങൾ പല്ലിനെ കുറിച്ചും ആരോഗ്യ പരിപാലനത്തെ കുറിച്ചും പറഞ്ഞു തന്നു. പിന്നീട് ചോദ്യങ്ങളും സംശയങ്ങളുമായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരികയും ചെയ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ പറയുന്നതോടൊപ്പം ഇനിയും വരാമെന്നേറ്റുകൊണ്ട് നിർത്തുന്നു. നന്ദി. ക്രിസ്മസ് മെസ്സേജ് വിജയികൾ: ഫസ്റ്റ് ഫ്രാൻസിസ് കെ, സെക്കൻഡ് ധന്യ ജോർജ്, ആൻഡ് തേർഡ് വിന്നി ആന്റണി. ആശംസ പറയാനെത്തിയത് മില്ലുകാരൻ യൂട്യൂബർ ആയിരുന്നു. ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾക്ക് നമസ്കാരം. എല്ലാം ഇതുപോലെ മീറ്റിംഗിൽ ആദ്യമായാണ് ഞാൻ പങ്കെടുക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത്. അതിശയകരവും അഭിമാനവും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. എന്നെ വിളിച്ച നന്ദി ആശംസകൾ മറന്നുകൊണ്ട് നിർത്തുന്നു. യോഗാവസാനം ശ്രീ ശശി പൂതുരുത്തി നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അച്ഛനെ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ വൈകുന്നേരമായപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നൈറ്റ് വിജിൽ ആരംഭിക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാനൊന്ന് ഇവിടെ ചോദിച്ചു, ഇത് ഇരിക്കുന്നുണ്ടോ? കാരണമുണ്ട്, ദൈവം അനുവദിച്ചാൽ മാത്രമാണ് അത് അനുഗ്രഹമായി എനിക്കും എന്നെ ശ്രമിക്കുന്നവർക്കും ലഭിക്കുകയുള്ളൂ, അല്ലെ? ദൈവം അനുവദിച്ചവർക്ക് അത് അനുഗ്രഹമായി. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം ദൈവം ഈ ലോകത്തില് അനുവദിച്ചതാണ്, അല്ലെ? ദൈവം അനുവദിക്കാത്ത ഏതെങ്കിലും ജീവിതം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേൾക്കാവോ പറയുന്നത്? കേൾക്കാം, കേൾക്കാണ്ട്. ഓക്കെ. ദൈവം അനുവദിക്കാത്ത ഒരു ജീവിതവും നമുക്ക് ലഭിക്കത്തില്ല. ദൈവം അനുവദിച്ച ജീവിതമാണ് നമുക്ക് ഈ ലോകത്തില് ഉണ്ടാകുകയുള്ളൂ. പക്ഷേ നമ്മള് ചന്ദ്രൻ സാറേ, ഒരു മിനിറ്റ്, അച്ഛന്റെ ഉദ്ഘാടനം കഴിഞ്ഞോട്ടെ. സാർ പോരുത്, 5 മിനിറ്റ്. ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ദൈവം നമ്മളെ ഓരോ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുക. അപ്പോ നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങള്, വ്യത്യസ്തങ്ങളായ ജീവിത തലങ്ങൾ ഒക്കെ തന്നെയുണ്ട്. എങ്കിലും ദൈവം നമ്മളെ കുറിച്ചൊക്കെ ഒരു സ്വപ്നം കാണുന്നു. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. നമ്മുടെ എപിജെ അബ്ദുൽ കലാം സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. സാറ് പറയുന്നുണ്ട്, വി ഷുഡ് ഹാവ് ഡ്രീം. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു നമ്മളിന്ന് പറയപ്പെടുന്ന വലിയ വലിയ കാര്യങ്ങൾ. അപ്പോ ദൈവത്തിന് നമ്മെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു അവസരം തരുന്നു വ്യത്യസ്തങ്ങളായ വഴിയിലൂടെ. അപ്പം നമ്മൾ അതിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം അത് സന്തോഷമായി തീരും. അതിലേറെ അനേകർക്ക് അതൊരു മോഡലായി തീരും, ഇൻസ്പിറേഷൻ ആയി തീരും, അല്ലെ? എപിജെ അബ്ദുൽ കലാം സാറിനെ ഒത്തിരി പേര് ഒരു ബെസ്റ്റ് മോട്ടിവേറ്റർ ആയിട്ട് കാണുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നത്തിലേക്ക് വളരുവാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തി. ഇനി നമുക്കറിയാം, പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ, ഇല്ലേ? മദർ തെരേസനെ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. എല്ലാവരും ഈ അമ്മയെ കുറിച്ച്, ഇല്ലേ? മദർ തെരേസനെ കണ്ടവരുണ്ടോ? നേരിട്ട് കണ്ടവരുണ്ടോ? കണ്ടിട്ടുണ്ട്. മദർ തെരേസ എന്ന വ്യക്തിത്വം നമുക്കറിയാം, സ്വന്തം നാട് ഉപേക്ഷിച്ചുകൊണ്ട്, ഓർക്കുക, സ്വന്തം നാട് എന്ന് പറയുന്ന യൂറോപ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന ഒരു വനിത ആ നാട് ഉപേക്ഷിച്ച് ഈ മണ്ണിലേക്ക് വരികയും ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന് നമ്മുടെ മക്കളെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി തന്നാലാകുന്നത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ, ഇല്ലേ, ആ വ്യക്തി അമ്മയായി തീർന്നു. ഇത്രയും മക്കൾക്ക് ജന്മം കൊടുക്കുവാനൊന്നും മദർ തെരേസയ്ക്ക് സാധിച്ചില്ല, പക്ഷേ കർമ്മം കൊണ്ട് അമ്മയായി തീർന്നു. ഇനി അമ്മയുടെ ജീവിതത്തിലെ തടസ്സം എന്തായിരുന്നു? താനൊരു വിദേശ വനിത എന്നുള്ളത് തന്നെ. പക്ഷേ ആ തടസ്സങ്ങളെയും ആ അമ്മ
അവസരങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന് നിറം കൊടുക്കുവാൻ സാധിക്കുന്നത് ദൈവം എന്നെ ഒരു പ്രത്യേക നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യം വരുമ്പോഴാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്കൊക്കെ ഉള്ള കാര്യമാണ്, എന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്, എന്നിലൂടെ എന്തോ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മാതൃകയായി തീരുകയാണ്, മോഡലായി തീരുകയാണ്. അങ്ങനെ മദർ തെരേസായ്ക്കും അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനൊക്കെ മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനമാകാൻ സാധിച്ചുവെങ്കിൽ അതൊരു വലിയ വലിയ അനുഗ്രഹമാണ്. അത് ദൈവം ആഗ്രഹിച്ചു എന്നതിന് ശരി തന്നെ, പക്ഷെ നമ്മൾ സഹകരിച്ചു എന്നുള്ളത്. വേണമെങ്കിൽ മദർ തെരേസയ്ക്ക് ചിന്തിക്കാമായിരുന്നു, ഇല്ലേ, ഞാനൊരു വിദേശ വനിതയാണ്, ഇന്ത്യയിൽ പോയാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അതെല്ലാം ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, ചിന്തിച്ചിട്ടില്ലായിരിക്കാം. എന്ത് തന്നെയായാലും അമ്മ കടന്നു വരുന്നതിലൂടെ അല്ലെങ്കിൽ ആ സ്ത്രീ കടന്നു വന്നിട്ട് തൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ അല്ലെങ്കിൽ തന്നെ വിട്ടുകൊടുത്തപ്പോൾ എത്രയോ മക്കൾക്കാണ് അതൊരു അനുഗ്രഹമായിത്തീരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം ആദ്യമേ തന്നെ മനസ്സിലാക്കുക, എനിക്ക് എന്തൊക്കെയായാലും ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇനി ഞാൻ ആ പദ്ധതിയോട് സഹകരിച്ചാൽ, എന്റെ കുറവുകൾ മാറ്റിവെക്കാം, പദ്ധതിയോട് സഹകരിച്ചാല് അവിടെ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും. അത് എനിക്ക് മാത്രമല്ല സന്തോഷം നൽകുക, അനേകർക്ക് അതൊരു സന്തോഷമായി തീരും. ഞാനൊരു കാര്യം പറഞ്ഞ് ഈ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ പഠിച്ചതൊക്കെ നാട്ടില് കേരളത്തിലാണ്. ആരെങ്കിലും തൃശ്ശൂർ ഭാഗത്തുനിന്നുണ്ടോ അതില്? തൃശ്ശൂർ ജില്ലക്കാരുണ്ട്. തൃശ്ശൂര് ഞാൻ പഠിച്ചതൊക്കെ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കേട്ടിട്ടുണ്ടാവോ മറ്റം? അറിയാം. മറ്റം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പഠിക്കാൻ വളരെ പക്ഷെ എന്ന് വെച്ചാല് എനിക്ക് പഠിച്ച തലേ കയറില്ല, മറ്റുള്ള കുട്ടികളെ പോലെ നല്ല മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് അന്ന് കിട്ടിയത് എത്രയാ? 187 മാർക്കാണ്. ഈ 187 മാർക്ക് കിട്ടാൻ കാരണം എനിക്ക് പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കില്ല, പിന്നെ പഠിച്ചാൽ തന്നെ അത് തലയിൽ നിൽക്കുന്നില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അത് ഞാൻ ചിന്തിച്ചു, എനിക്ക് 10ാം ക്ലാസ് ഇനി പാസ്സാകാൻ സാധിക്കില്ല, എന്നെ കൊണ്ടാകില്ല. പിന്നീട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ പരിശ്രമിച്ചുകൂടാ? ആ പരിശ്രമം അറിയാം, എളുപ്പത്തിൽ പഠിക്കുന്നവർ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. ആ പരിശ്രമമാണ് ജസ്റ്റ് 210 മാർക്കുമായിട്ട് 10ാം ക്ലാസ് പാസ്സാകാനായിട്ട് സാധിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നീട് തുടർന്നുള്ള എന്റെ പഠനത്തിലെ സാധാരണ പഠിക്കുന്നതിലും അപ്പുറം എനിക്ക് വളരണം എന്നുള്ള ആഗ്രഹത്തോടെ, എനിക്ക് വിജയിക്കണം എന്ന ആഗ്രഹത്തോടെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നത്. +2 പിന്നീട് പാസ്സാകുന്നു, ഡിഗ്രി പാസ്സാകുന്നു, PG കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് വളരാൻ സാധിച്ചത് എനിക്ക് പറ്റില്ല എന്നുള്ള ചിന്ത മാറ്റി വെച്ചപ്പോൾ എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്ന് പരിശ്രമിക്കണം എന്നുള്ള ചിന്ത വന്നതുകൊണ്ടാണ് എനിക്ക് അല്പെങ്കിലൊക്കെ മുന്നേറാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, തടസ്സങ്ങളൊക്കെ ഉണ്ട്, ഉറപ്പ് തന്നെ അല്ലെ. ഇപ്പൊ നമുക്കറിയാം, കടലില് മീൻ പിടിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കാറ്റുണ്ട്, കോളുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോകില്ല, കാറ്റിനെ ഭയമാണ്, കോളിനെ ഭയമാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപജീവനം ലഭിക്കില്ല. അതുകൊണ്ട് അല്പം ധൈര്യം, ഒന്ന് എടുത്തു ചാടാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പരിശ്രമിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചാൽ അത് നമുക്കും സന്തോഷമാകും, മറ്റുള്ളവർക്കും അത് സന്തോഷമാകും, ഇൻസ്പിറേഷൻ ആകും. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് വളരെ സന്തോഷത്തോടെ എന്നെ വിളിച്ച സഹപ്രവർത്തകനെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിലൂടെ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. ഓരോ മീറ്റിങ്ങിലൂടെയും അല്പാൽപ്പം വളരുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളിലും സന്തോഷം ഉണ്ടാകും, അത് മറ്റുള്ളവരിലേക്കും പകരാൻ സാധിക്കും. അപ്പോൾ ഈ മീറ്റിങ്ങിന്റെ ആദ്യത്തെ സെക്ഷൻ ഔപചാരികമായിട്ട് നിങ്ങളുടെ അനുവാദത്തോടും ദൈവാനുഗ്രഹത്തോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഒരിക്കൽ കൂടി
എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ നടത്തിയ മത്സരം അത് വളരെ നന്നായിരുന്നു. ഹൃദയ ഗ്രൂപ്പ് നടത്തിയ നക്ഷത്ര മത്സരം പ്രഖ്യാപിക്കുവാനായിട്ട് പോവുകയാണ്. നക്ഷത്രം വ്യൂവേഴ്സ് എടുത്തു കഴിഞ്ഞാല് 328 വ്യൂവേഴ്സുമായിട്ട് സാലി വയനാട് തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈയടിച്ച് സ്നേഹം നിറഞ്ഞ സാലി വയനാടിനെ നമുക്ക് ഇനി 533 വ്യൂവേഴ്സ് സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുക ലീന എം ജെ നാട്ടിക. കൈകളടിച്ചതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ഇനി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ബിന്ദു കൊടുങ്ങല്ലൂർ വിത്ത് 893 വ്യൂവേഴ്സുമായി ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നു ബിന്ദു കൊടുങ്ങല്ലൂർ. നമ്മുടെ യോഗത്തിലെ മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാടിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം എല്ലാവർക്കും. കേൾക്കാമോ? എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കാം. ഇപ്പം 39 പേരാണ് ഈ യോഗത്തിൽ ഇപ്പൊ സന്നിഹിതരായിട്ടുള്ളത് അല്ലേ? ബാക്കിയുള്ളൊരു മ്യൂട്ടായതുകൊണ്ടാണ് മറുപടി 41 പേരെ ഇവിടെ കാണുന്നത്. എന്തായാലും ദർശനയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി എന്റെ വിനീതമായ നമസ്കാരം. എന്നെ സ്വാഗതം ചെയ്ത ചേച്ചി എന്റെ പേര് പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായിണ്ടാവുള്ളൂ അല്ലെ? ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് എന്നാണ് എന്റെ പേര്. എന്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് കുമ്പളങ്ങാട് എന്ന ഒരു ഗ്രാമമാണ്. ജോയ്സി ചേച്ചിയാണ് എന്നെ കഴിഞ്ഞ ദിവസം ഫോണിൽ പരിചയപ്പെട്ടതും ദർശനയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോ ചേച്ചിയുടെ വാക്കുകളിലൂടെയും പിന്നെ തുടർന്ന് പിയൂഷ് ചേട്ടനായിട്ടും സംസാരിച്ചു. രണ്ടുപേരും പറഞ്ഞതിലൂടെ ദർശനയെ കുറിച്ച്, ദർശനയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു കൂട്ടായ്മയില് സാമൂഹ്യ ക്ഷേമവും സാമൂഹ്യ സേവനവും മനുഷ്യ നന്മയും ദൈവവിചാരവും ഒക്കെ സമാസമം ചേർത്തും കോർത്തും കൊണ്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ദൈവവിചാരത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദർശനയില് ഇങ്ങനെ ഒരു അതിഥിയായിട്ടെങ്കിലും പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങളെ കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ജോയ്സി ചേച്ചിനും പിയൂഷ് ചേട്ടനും ഞാൻ നേരിൽ കണ്ടിട്ടില്ല, ഫോണിലുള്ള പരിചയമാണ്. എന്നാലും ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതോടുകൂടി നമ്മളെല്ലാവരും ഇനി അങ്ങോട്ട് പരിചിതരാവുകയാണ്, കുടുംബാംഗങ്ങളാവുകയാണ്. അപ്പൊ ഈ വലിയ ഒരു കുടുംബത്തില് ഞാനും ഒരംഗമാകുന്നു എന്ന് ഏറെ സന്തോഷത്തോടു കൂടി പറയുന്നു. പിന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയിലെ ഒരു ജനപ്രതിനിധിയായിരുന്നു. കുറച്ചു കാലങ്ങളായിട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ഒരു എളിയ സാമൂഹ്യ പ്രവർത്തകനാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് എന്ന ഗ്രാമത്തിലെ 5ാം ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു ഡിവിഷൻ കൗൺസിലർ ആയിരുന്നു 2020 വരെ. പിന്നെ എന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് കുറേശ്ശെ കവിത എഴുതുകയും കുറച്ച് കഥയും ലേഖനം, അങ്ങനെ എഴുത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലും ഇടപഴകി വരുന്നത്. കുറെ സ്കൂളുകളിലും മറ്റേ ഇതുപോലെയുള്ള സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരുടെയൊക്കെ പല പ്രവർത്തനങ്ങളിലും എന്നാൽ കഴിയും വിധം പങ്കാളിയാകാനും ഒക്കെ ദൈവാനുഗ്രഹം കിട്ടിയ ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ അടുത്ത്
പിന്നെ എന്താണ് എനിക്ക് സംസാരിക്കേണ്ടതെന്നറിയില്ല. കാരണം ഞാൻ ഇതിൽ പലരുടെയും ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒക്കെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ പേര്. ശരിക്ക് പറയുകയാണെങ്കിൽ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ജീവിതത്തിലുള്ള പരിചയം കൊണ്ടും ഒക്കെ എന്നെക്കാളും എത്രയോ ഉയരത്തിലുള്ള ആളുകളാണ് എൻ്റെ കൺമുന്നിലല്ലെങ്കിലും ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിരന്നിരുന്ന് ഞാനെന്ന ഈ ചെറിയ കുട്ടിയുടെ വാക്കുകളെ കാതോർത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഞാൻ വലിയ അറിവുള്ള ഒരാളൊന്നുമല്ല. അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ പരിപാടികളിലൊന്നും പങ്കെടുത്ത് വലിയ പരിചയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊന്നും ഉള്ള ഒരാളല്ല. പക്ഷെ മനസ്സ് നിറയെ നന്മ സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു അക്ഷര സ്നേഹി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ഈ ദർശനയിൽ ഞാനിപ്പോ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ പരസ്പരം കാണുന്നില്ലെങ്കിലും ഇവിടെ പറഞ്ഞ സ്വാഗതത്തിലൂടെയും ഇവിടെ പറഞ്ഞ ആമുഖത്തിലൂടെയും ഒക്കെ കാണാതെ തന്നെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ നമുക്ക് പരസ്പരം കാണാൻ ഇതൊരു നല്ല വേദിയായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും മൈക്ക് ഓഫ് ചെയ്തത് കൊണ്ട് എനിക്ക് തിരിച്ചുള്ള പ്രതികരണങ്ങൾ അറിയില്ല. ആരെങ്കിലും, എനിക്ക് തോന്നുന്നു സ്വാഗതം പറഞ്ഞ അമ്മയെങ്കിലും ഒന്ന് മൈക്ക് വേണമെങ്കിൽ ഓൺ ചെയ്തോളൂ. അപ്പൊ എന്താ വെച്ചാൽ ഇടയ്ക്കൊരു ഇങ്ങോട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടാവുന്നത് അറിയില്ല. ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്. അല്ല, ഒരാളാരെങ്കിലും ഒരാളൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ, ഇപ്പൊ ഓൺ ചെയ്ത ലില്ലി എന്ന് പറഞ്ഞ അമ്മ ഓൺ ചെയ്താലും മതിയാവും. അതെ, ആരെങ്കിലും ഒരാളൊന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ? ഇല്ലല്ലോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യം ഞാനൊരു പാട്ട് പാടിയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. പാട്ട് എല്ലാവർക്കും ഇഷ്ടല്ലേ? അതെ, പാട്ട് ഇഷ്ടമില്ലാത്ത ആരുമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുമ്പളങ്ങാടാണ് എന്റെ വീട്. എന്റെ നാട്ടിലെ ഞങ്ങളുടെ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീ കുറുമക്കാവ് ഭഗവതി ക്ഷേത്രം. തൊട്ടടുത്ത് തന്നെ വിശുദ്ധ യൂദാ തദ്ദേവൂസ് പുണ്യാളന്റെ ഒരു ദേവാലയമുണ്ട്. അപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലം പള്ളിമുറ്റത്ത് ഓടി നടന്ന ഒരു ബാല്യമാണ് എന്റേത്. പിന്നീട് ഇവിടെ അടുത്തായിട്ട് ഞങ്ങളുടെ പഴയ പള്ളി പൊളിച്ച് പുതിയ വലിയൊരു പള്ളി പണിതു. അപ്പൊ ആ പള്ളി പണിതിട്ട് അതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഒരു നാടിന്റെ തന്നെ ഒരു ഗ്രാമോത്സവമായിട്ടാണ് നടന്നത്. അപ്പൊ അന്ന് ആ വലിയ പരിപാടിയിൽ പള്ളിക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതാനുള്ള ഒരു ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ എഴുതിയ ഒരു പാട്ട് അന്ന് അവിടുത്തെ വലിയ സാംസ്കാരിക സമ്മേളനത്തിൽ അതിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ ആ പാട്ട് പാടാം. മാനവലോകത്തിൻ മോചകനാ നോവുകൾ താനേ വരിച്ചവനെ കണ്ണുനീർത്തൂവിൽ കാലിന കഴുകി ഞാൻ കൈകൂപ്പി നിൽക്കുന്നിതാ, നിന്നുന്നിൽ കൈകൂപ്പി നിൽക്കുന്നിതാ. മാനവലോകത്തിൽ
കണ്ണുനീർ തൂവിനി കാലിണ കരുതി ഞാൻ കൈകൂപ്പി നിൽക്കുന്നിതാ, നിന്നുന്നിൽ കൈകൂപ്പി നിൽക്കുന്നിതാ. ഇതായിരുന്നു അന്ന് എഴുതിയ പാട്ട്. ദർശനയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകളും എല്ലാം കേട്ടു. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ എന്റെ സന്തോഷം നിങ്ങളോട് പറയുകയാണ്. അപ്പൊ എന്നെ ഒരു കവി എന്ന നിലയിലാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ എഴുതിയ ചില കവിതകളുടെയും കഥകൾ അധികമില്ല, കവിതകളാണ് എഴുതിയിട്ടുള്ളത്. സോ കാവ്യരംഗത്തുള്ള എന്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് എന്റെ സാമൂഹ്യ പ്രവർത്തനം എനിക്ക് എന്റെ സാഹിത്യ പ്രവർത്തനം കൂടിയാണ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ 5 വർഷം നഗരസഭാ കൗൺസിലർ ആയിരുന്നു. പക്ഷെ കൗൺസിലർ ആവുന്നതിനേക്കാൾ മുമ്പും ചെറിയ ചെറിയ രീതിയിൽ എന്നാൽ കഴിയുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. അത് എനിക്ക് എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ശീലാണ്. അച്ഛൻ മിലിറ്ററിക്കാരനായിരുന്നു. പട്ടാളക്കാരാകുമ്പോ അറിയാലോ, വലിയ ചുറ്റും കണിശമായിരിക്കും. അപ്പൊ വീട്ടിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കളിക്കാൻ പോകാനൊന്നും അധികം അനുവദിക്കില്ല അച്ഛൻ. അച്ഛൻ വന്ന 2 മാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിൽവാസം പോലെയാണ്. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, കളിക്കാൻ പോയിട്ട് നേരം വൈകി വരുമ്പോ അപ്പുറത്തെ വീട്ടില് ആർക്കെങ്കിലും പീടികയിൽ പോയി സാധനം മേടിക്കാൻ പോയിട്ടാണ് നേരം വൈകിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടാണ് സമയം വൈകിയെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് പലപ്പോഴും കളിക്കാൻ പോകാനുള്ള ഒരു വഴി തന്നെ ആർക്കെങ്കിലും കടയിൽ പോകലാണ്. അപ്പൊ കടയിൽ പോക്കും കഴിയും, നമ്മുടെ കളിയും കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, അച്ഛൻ കണിശക്കാരനായിരിക്കുമ്പോഴും ഞങ്ങൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നല്ലോണം അടിക്കുമ്പോഴും ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അപ്പൊ അതൊരു പക്ഷെ അറിയാതെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ കയറി കയറി പിന്നീട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ശീലമായി എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് കവിത എഴുത്തിലേക്ക് വരുമ്പോഴും ഞാൻ പറഞ്ഞു, കവിത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. അത് എങ്ങനെയാന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ഞാൻ ഒരിക്കൽ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജില് പോയ സമയത്ത് അവിടുത്തെ 4-ാം വാർഡ്, വലിയ വാർഡാണ്, ചെറിയ വാർഡ്, അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്ന് അപ്പൊ അങ്ങനെ ജസ്റ്റ് വാർഡിലൂടെ ഒന്ന് നടക്കുന്ന സമയത്ത് ഒരു അറ്റത്തൊരു കട്ടില് ഒരു ആള് ചുരുണ്ടുകൂടി കിടക്കുന്നു. നോക്കാനൊരു ചെറുപ്പക്കാരിയായിട്ടൊരു ചേച്ചി ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് ഇങ്ങനെ അതിലെ തന്നെ നടന്നപ്പോ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞ മറുപടി, മോനെ എന്റെ അച്ഛനല്ല, ഇതെന്റെ ഭർത്താവാണെന്നാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും പ്രായമുള്ള ഒരാള് ഭർത്താവോ? അപ്പൊ സംഗതി എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 40 വയസ്സായിട്ടുള്ളൂ. 32 വയസ്സായ ഒരു ചേച്ചി ആണ് ഈ ചേച്ചിയുടെ പ്രായം. 40 വയസ്സായി അദ്ദേഹം വർഷങ്ങളായിട്ട് ക്യാൻസർ വന്നിട്ട് വല്ലാതെ ശോഷിച്ച് തൊലിയൊക്കെ ചുളിഞ്ഞ് ഒരു വൃദ്ധന്റെ പോലെയായി. യാതൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാതും കഴിക്കണം എന്ന് വലിയ ആഗ്രഹം. എന്നിട്ട് മിച്ചർ കഴിക്കണം എന്ന് പറയുമ്പോ ആ ചേച്ചി പോയിട്ട് മിച്ചർ വാങ്ങിച്ചു കൊണ്ടുവരും. അത് ചവച്ചിട്ട് അതിന്റെ ഒരു രുചി നാവിലൂടെ അറിഞ്ഞിട്ട് അതൊരു പാത്രത്തിലേക്ക് തുപ്പിക്കളയും. അങ്ങനെ ഓരോ പലഹാരം കഴിക്കണം എന്ന് മോഹം, പരിപ്പോടെ കഴിക്കണം. അപ്പൊ മേടിച്ചു കൊണ്ടുവരും. ചവച്ച് അതിന്റെ ഒരു രുചി നാവിലൂടെ അറിഞ്ഞ് അത് തുപ്പിക്കളയും. ഇങ്ങനെയുള്ളൊരു വളരെ ക്ലേശം നിറഞ്ഞൊരവസ്ഥ. അങ്ങനെ പിന്നെയും അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അവരവിടെ അനുഭവിക്കുന്ന വേറെ ചില പ്രശ്നങ്ങൾ എനിക്കറിയാൻ മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മെഡിക്കൽ കോളേജ് ഇന്നത്തെ അത്ര തന്നെ സൗകര്യമൊന്നും ആയിട്ടില്ല. അപ്പോ ഈ ചേച്ചിയാണെങ്കിൽ വളരെ ചെറുപ്പമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചേച്ചിയാണ്. ഞാനൊരു 9 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ ആശുപത്രിയിൽ അതേ വാർഡിൽ വന്നപ്പോ അന്നും അവരവിടെ ഇല്ല. അപ്പൊ ഇത്രയും മാസങ്ങളോളം ഒരു സർക്കാർ ആശുപത്രിയിൽ കഴിയേണ്ടി വരുമ്പോ അവിടുത്തെ പരിമിതികളുടെ ബുദ്ധിമുട്ടുകൾ, അതുകൂടാതെ അവർക്ക് ഇത്തിരി ചുടുവെള്ളം കിട്ടണമെങ്കിലോ ഇത്തിരി പഞ്ഞി അധികം വേണമെങ്കിലോ ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള സ്റ്റാഫുകളോട് ചോദിച്ചാൽ അവര് മറ്റു പലതും തിരിച്ച് ചോദിക്കുന്നു. അപ്പൊ ആ ചേച്ചി
ഇങ്ങനെ ഒരു ഭാഗത്ത് ഭർത്താവിന്റെ രോഗം പ്രാർത്ഥന മാറണ എന്നുള്ളത് ചെറിയ കുട്ടികളാണ്, 3 വയസ്സും 5 വയസ്സുള്ള 2 കുട്ടികളാണ്. അതേ സമയം തന്നെ സാമൂഹികമായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട്, അപ്പൊ രോഗപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അതിനോടൊപ്പം തന്നെ പുറത്ത് അധികാരോടും പറയാൻ പറ്റാത്ത സാമൂഹികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്നാണ്, അങ്ങനെ ആയിരിക്കണു എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ടത് എനിക്ക് സത്യത്തിൽ വല്ലാതെ സങ്കടം വന്നു. ഞാൻ അങ്ങനെ എന്റെ കട്ടിൽ വന്ന് ഇരുന്ന് അപ്പൊ തന്നെ എന്റെ മനസ്സിൽ തോന്നി, നമുക്ക് എന്റെ കണ്ണ് നിറഞ്ഞു. നന്മയ്ക്കൊരളവില്ലൊരതിരില്ലിതറിയാതെയോ കടുവാക്കു കൊണ്ടെത്ര ഹൃദയങ്ങൾ നാൽപ്പുതാൻ കനലിട്ടു പൊള്ളിച്ചിടുന്നു മർത്യൻ. അക്കനലൂതി പെരുപ്പിച്ച തീയിനാൽ ഒക്കെയും ചുട്ടു കരിച്ചിടവേ ഉരുകുന്ന ഹൃദയങ്ങൾ ആരു കാണാൻ, പെരുകുന്ന രോദനം ആരു കേൾക്കാൻ. വാളേന്തി വെല്ലാൻ അരുതാത്ത നീതിയെ വാക്കയ്യു കുത്തി പൊറുത്തിടാതെ വാക്കിന്റെ ഉപ്പും കരുത്തും പെരുപ്പിച്ചു മേൽക്കയ്യു നേടണം നമ്മളെന്നും. വാക്കിൻ വെളിച്ചമാണുൾക്കൺ വെളിച്ചമെന്നോർക്കണം മാനവനെന്നുമെന്നും. വിത്തിട്ട വാക്കിൽ വിളഞ്ഞു കാഴ്ചയിടണം വിശ്വം മുഴുക്കയും നന്മയെന്നും. വിത്തിട്ട വാക്കിൽ വിളഞ്ഞു കാഴ്ചയിടണം വിശ്വം മുഴുക്കയും നന്മയെന്നും എന്ന് പറഞ്ഞൊരു കവിത ഞാൻ അവിടെ ഇരുന്ന് എഴുതേണ്ടായി. അതിനുശേഷം പിന്നീട് ഞാൻ ഡിസ്ചാർജ് ആയി പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ മരിച്ചു എന്നറിഞ്ഞു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 135-ാം സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട സോളമൻ കടമ്പാട്ട് പറമ്പിലച്ചനെ ആദ്യമായി തന്നെ നന്ദി അർപ്പിക്കുന്നു. ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഫാദർ ജെറിൻ ചൂണ്ടലിനെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് നന്ദി പറയുവാനുള്ളത് ചന്ദ്രമോഹൻ സാറിനാണ്. സന്ദേശങ്ങൾ കൊണ്ടും കവിതകൾ കൊണ്ടും കവിതകൾ ആലപിച്ചുകൊണ്ടും ഞങ്ങളെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ മുഖ്യ അതിഥിയായ ശ്രീ ചന്ദ്രമോഹൻ സാറിനെ നന്ദിയുടെ നർമ്മലരുകൾ അർപ്പിക്കുന്നു. നക്ഷത്ര മത്സരത്തിലും ക്രിസ്മസ് മെസ്സേജ് മത്സരത്തിലും ക്രിസ്മസ് കാർഡ് വിജയികളായവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ഷിബൻ ഹാരിക്കും സെക്രട്ടറി ജോലനയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമത്തിന്റെ അവതാരിക ശ്രീമതി അൽഫോൺസ ഫ്രാൻസിസിനും പ്രാർത്ഥനാകാലം ആലപിച്ച മറിയാമ്മ ജോസഫിനും സ്വാഗതം ആശംസിച്ച ശ്രീമതി ലിസി ആന്റണിക്കും റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസ് കൊരട്ടിക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.